ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2025 ഫെബ്രുവരി എഡിഷനിലെ 2024 പുരസ്കാരങ്ങൾ എന്ന പാർട്ടാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മളുടെ ചാനലിൽ പ്ലേലിസ്റ്റിലാക്കിയിട്ട് ലക്ഷ്മികാന്ത് പോളിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, അതുപോലെ PSC ബുള്ളറ്റിൻ 2025 ജനുവരിയിലത്തെ കറണ്ട് അഫെയേഴ്സ്, പിന്നെ SCERT ടെക്സ്റ്റ് ബുക്ക്, ന്യൂ ടെക്സ്റ്റ് ബുക്കിൻ്റെ സീരീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം പ്ലേലിസ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ട് കാണണേ. പിന്നെ കാണുക മാത്രമല്ല, നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് എപ്പോഴും കൂടെ വേണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങൾ: കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളാണ് കേരള പുരസ്കാരങ്ങൾ. കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ. അപ്പോൾ കേരള പുരസ്കാരങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. ഇനി 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ശ്രീ MK സാനുവിനാണ്. പ്രൊഫസർ MK സാനുവിനാണ് കേരള ജ്യോതി പുരസ്കാരം 2024 ലഭിച്ചത്. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ 2 പേരാണ്: ഡോക്ടർ S സോമനാഥ്, അതുപോലെ ഭുവനേശ്വരി. ഡോക്ടർ S സോമനാഥ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ISRO മുൻ ചെയർമാനാണ്. അതുപോലെ ഭുവനേശ്വരി കാർഷിക രംഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2024 കേരളശ്രീ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെ? കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ്. അപ്പോൾ ആരെല്ലാമാണ് കേരളശ്രീ ലഭിച്ചത് 2024? കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ്. അപ്പോൾ കലാമണ്ഡലം വിമല മേനോൻ കലാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ TK ജയകുമാർ ആരോഗ്യ മേഖലയിലാണ്. നാരായണ ഭട്ടതിരി കലിഗ്രാഫി, അതുപോലെ സഞ്ജു സാംസൺ കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഷൈജ ബേബി സാമൂഹിക സേവന ആശാവർക്കറാണ്. VK മാത്യൂസ് വ്യവസായ വാണിജ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ഫൻറ്റാസ്പോട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടൻ ടൊവിനോ തോമസ്. ചിത്രം അദൃശ്യജാലങ്ങൾ. അപ്പോൾ ഫൻറ്റാസ്പോട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടനാരാണ്? ടൊവിനോ തോമസ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് അദൃശ്യജാലങ്ങൾ. ഈ അദൃശ്യജാലങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ്. അദൃശ്യജാലങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ്. ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് പാപനാശം ബീച്ച്, വർക്കല ബീച്ച് എന്നറിയപ്പെടുന്നു. ഇപ്പോൾ ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള 100 ബീച്ചുകളുടെ പട്ടികയിലാണ് പാപനാശം ബീച്ച് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിൽ നിന്നുള്ള പാപനാശം ബീച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സക്കറിയ. 2023 മാതൃഭൂമി പുരസ്കാരത്തിന് അർഹനായത് സക്കറിയ. മികച്ച നവാഗത പാർലമെൻറ്റേറിയന് നൽകുന്ന 2023 ലോക്മത്ത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസ്. അപ്പോൾ മികച്ച നവാഗത പാർലമെൻറ്റേറിയന് നൽകുന്ന ലോക്മത്ത് പുരസ്കാരം, ഏതാണ് പുരസ്കാരം? ലോക്മത്ത് പുരസ്കാരം 2023 ലഭിച്ചത് ജോൺ ബ്രിട്ടാസിനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഡോക്ടർ PK രാധാമണി. അക്ഷരോം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിലാണ് പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ ഡോക്ടർ PK രാധാമണി അക്ഷരോം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി. അതിനാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പരിഭാഷാ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഈ അക്ഷരോം കി സായി എന്ന ആത്മകഥ ആരാണ് എഴുതിയത്? അമൃത പ്രീതം. അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? അമൃത പ്രീതം. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ EP നാരായണൻ പെരുവണ്ണാൻ. അപ്പോൾ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആരാണ്? EP നാരായണൻ പെരുവണ്ണാൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളി KK ഗംഗാധരൻ. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? KK ഗംഗാധരൻ. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ മലയാളം കഥകളു എന്ന പേരിലാണ്
കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ ഏത് പേരിലാണ്? മലയാളം കഥകളു എന്ന പേരിലാണ് മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ അദ്ദേഹം പരിഭാഷപ്പെടുത്തിയത്. സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ 2023 ക്ഷേത്രകലാശ്രീ പുരസ്കാരം ലഭിച്ചത് KS ചിത്ര. സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ 2023 ക്ഷേത്രകലാശ്രീ പുരസ്കാരം ലഭിച്ചത് KS ചിത്ര. മധ്യപ്രദേശ് സർക്കാരിൻ്റെ ലതാ മങ്കേഷ്കർ ദേശീയ പുരസ്കാരം ലഭിച്ച ഗായിക KS ചിത്ര. മധ്യപ്രദേശ് സർക്കാരിൻ്റെ ലതാ മങ്കേഷ്കർ ദേശീയ പുരസ്കാരം ലഭിച്ച ഗായികാരാണ് KS ചിത്ര. അപ്പോൾ KS ചിത്രയ്ക്ക് 2 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. ഒന്ന് 2023 ക്ഷേത്രകലാശ്രീ പുരസ്കാരവും മധ്യപ്രദേശ് സർക്കാരിൻ്റെ ലതാ മങ്കേഷ്കർ ദേശീയ പുരസ്കാരവും KS ചിത്രയ്ക്ക് ലഭിച്ചു. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു. ആരാണ്? കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ച കാന്തല്ലൂർ ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ച കാന്തല്ലൂർ ഏത് ജില്ലയിലാണ്? ഇടുക്കി. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല? കണ്ണൂർ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? കണ്ണൂർ. വേദി കൊല്ലം. കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച ചിത്രകാരൻ ആരാണ്? സുരേന്ദ്രൻ നായർ. കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച ചിത്രകാരൻ സുരേന്ദ്രൻ നായർ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ. കവിതാ സമാഹാരം ഏതാണ്? കവിത മാംസഭോജിയാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ. കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. കവിത മാംസഭോജിയാണ്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. നോവൽ എസ്തേർ. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. നോവൽ എസ്തേർ. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് MK സാനു. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് MK സാനു. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാരകേരളവർമ്മ. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാരകേരളവർമ്മ. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചത് NS മാധവൻ. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അത് 2024 ലഭിച്ചത് NS മാധവൻ. 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ. അപ്പോൾ 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? പ്രഭാവർമ്മ. കൃതി രൗദ്രം സാത്വികം. 2024 48ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചെരുവിൽ. നോവൽ കാട്ടൂർ കടവ്. 2024 48ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചെരുവിൽ. നോവൽ ഏതാണ്? കാട്ടൂർ കടവ്. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻറ്റിന് അർഹയായ മലയാളി വിവർത്തക ഡോക്ടർ വൃന്ദ വർമ്മ. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻറ്റിന് അർഹയായ മലയാളി വനിത ആരാണ്? വിവർത്തക ആരാണ്? ഡോക്ടർ വൃന്ദ വർമ്മ. പ്രശസ്ത നാടക നടൻ ഒച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ S ഗിരീഷ് കുമാർ രചിച്ച അലിംഗം എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയ മലയാളി ഡോക്ടർ വൃന്ദ വർമ്മ. പ്രശസ്ത നാടക നടൻ ഒച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ S ഗിരീഷ് കുമാർ രചിച്ച അലിംഗം എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയ മലയാളി ഡോക്ടർ വൃന്ദ വർമ്മ. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹയായ രജനി സുരേഷിൻ്റെ കൃതി വള്ളുവനാടൻ വിഷുക്കുടുക്ക. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹമായ രജനി സുരേഷിൻ്റെ കൃതി ഏതാണ്? വള്ളുവനാടൻ വിഷുക്കുടുക്ക. സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവ് M മുകുന്ദൻ. സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവ് M മുകുന്ദൻ. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം 2022-23 നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ആർദ്ര
കേരളം പുരസ്കാരം 2022-23 നമ്മൾ നോക്കാൻ പോകുന്നത്. മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? ആർദ്രം പുരസ്കാരം നേടിയ മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട്. മികച്ച ഗ്രാമപഞ്ചായത്ത് മണീട് എറണാകുളം. മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മണീട് എറണാകുളം. മികച്ച മുനിസിപ്പാലിറ്റി പൊന്നാനി മലപ്പുറം. മികച്ച മുനിസിപ്പാലിറ്റി പൊന്നാനി മലപ്പുറം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അമ്പിത്തറയിൽ. 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അമ്പിത്തറയിൽ. കാവ്യസമാഹാരം ഉച്ചാന്തലമേലെ. ഏത് കാവ്യസമാഹാരമാണ് സുബിൻ അമ്പിത്തറയിൽ എഴുതിയത്? ഉച്ചാന്തലമേലെ. പി ഭാസ്കരൻ ഫൗണ്ടേഷൻ്റെ 2024 പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ചത് രാഘവൻ. അപ്പോൾ പി ഭാസ്കരൻ ഫൗണ്ടേഷൻ്റെ 2024 പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ചത് രാഘവൻ. തപസ്യ കലാസാഹിത്യവേദിയുടെ 14ാമത് സഞ്ജയൻ പുരസ്കാരം നേടിയത് MGS നാരായണൻ. തപസ്യ കലാസാഹിത്യവേദിയുടെ 14ാമത് സഞ്ജയൻ പുരസ്കാരം നേടിയതാരാണ്? MGS നാരായണൻ. കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദൻ. കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദൻ. പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരം 2024 നേടിയത് T പത്മനാഭൻ. പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരം 2024 നേടിയത് T പത്മനാഭൻ. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സ്മരണാർത്ഥം മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2024 സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ പെരുമലയൻ എന്ന കൃതി ആരുടേതാണ്? MV ജനാർദ്ദനൻ. അപ്പോൾ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സ്മരണാർത്ഥം മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള 2024 സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പെരുമലയൻ എന്ന കൃതിയാണ്. അത് എഴുതിയത് MV ജനാർദ്ദനൻ. കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 3ാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തുളസീവനം R രാമചന്ദ്രൻ നായർക്കാണ്. കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയതാണ് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം. അത് 3ാമതായിട്ട് ലഭിച്ചത് തുളസീവനം R രാമചന്ദ്രൻ നായർക്കാണ്. SK പൊറ്റേക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് KP രാമനുണ്ണി. കൃതി ഹൈന്ദവം. SK പൊറ്റേക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് KP രാമനുണ്ണിയാണ്. കൃതി ഹൈന്ദവം. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരി പ്രതിഭ റായ്. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരി പ്രതിഭ റായ്. 2024 ONV യുവസാഹിത്യ പുരസ്കാരം നേടിയ രാത്രിയിൽ അച്ചാങ്കം എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ദുർഗാപ്രസാദ്. അപ്പോൾ 2024 ONV യുവസാഹിത്യ പുരസ്കാരം നേടിയ കവിതാ സമാഹാരമാണ് രാത്രിയിൽ അച്ചാങ്കം. അത് എഴുതിയത് ദുർഗാപ്രസാദാണ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് മുഹമ്മദ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. കമുകറ ഫൗണ്ടേഷൻ്റെ കമുകറ സംഗീത പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകൻ ജെറി അമൽദേവ്. അപ്പോൾ കമുകറ ഫൗണ്ടേഷൻ്റെ കമുകറ സംഗീത പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകൻ ജെറി അമൽദേവ്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. അപ്പോൾ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് നേടിയ മലയാള സിനിമാ നടി. അപ്പോൾ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് നേടിയ മലയാള സിനിമാ നടിയാണ് ഷീല. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയാണ് ഈ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് നൽകുന്നത്. MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന 2023 ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത് SK സോമനാഥനാണ്. ISRO മുൻ ചെയർമാനായിരുന്നു. MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന 2023 ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത് S സോമനാഥൻ. പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ജഗതി ശ്രീകുമാർ. പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ജഗതി ശ്രീകുമാർ. മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഗ്രേസി. പെൺകുട്ടിയും കൂട്ടരും. അപ്പോൾ മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഗ്രേസി പെൺകുട്ടിയും കൂട്ടരും എന്ന കൃതിക്ക്.
അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകൻ BRP ഭാസ്കറിൻ്റെ, അതായത് ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കറിൻ്റെ ആത്മകഥ ഏതാണ്? ന്യൂസ് റൂം, ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ. അപ്പോൾ ന്യൂസ് റൂം ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകളാണ് അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകൻ BRP ഭാസ്കറിൻ്റെ ആത്മകഥ. ഇനി അടുത്തതായിട്ട് പി കേശവദേവ് ട്രസ്റ്റിൻ്റെ 29ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണൻ. പി കേശവദേവ് ട്രസ്റ്റിൻ്റെ 20ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം അർഹനായത് അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ 20ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ KG പൗലോസ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ KG പൗലോസ്. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലം. നോവൽ അൽഗോരിതങ്ങളുടെ നാടാണ്. അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലിന് ഉണ്ണി അമ്മയമ്പലത്തിനാണ് 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത്. തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാലസഖി പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ MN കാരശ്ശേരി. അപ്പോൾ ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാലസഖി പുരസ്കാരത്തിന് അർഹനായത് MN കാരശ്ശേരിയാണ്. ബഷീർ അമ്മ മലയാളം സാഹിത്യ കൂട്ടായ്മയുടെ ബഷീർ അമ്മ മലയാളം പുരസ്കാരത്തിന് അർഹയായത് എഴുത്തുകാരി ആരാണ്? KA ബീന. ബഷീർ അമ്മ മലയാളം പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി KA ബീന. നാടകകൃത്തും നോബൽ സമ്മാന ജേതാവുമായ ഹരോൾഡ് പിൻറ്ററുടെ സ്മരണാർത്ഥം നൽകുന്ന പെൻ പിൻറ്റർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്. നാടകകൃത്തും നോബൽ സമ്മാന ജേതാവുമായ ഹരോൾഡ് പിൻറ്ററുടെ സ്മരണാർത്ഥം നൽകുന്ന പെൻ പിൻറ്റർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ. മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കൽപ്പറ്റ നാരായണൻ. തിരഞ്ഞെടുത്ത കവിതകൾ എന്താണ്? മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കൽപ്പറ്റ നാരായണനാണ്. മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഹരിത സാവിത്രി. നോവൽ സിൻ. മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഹരിത സാവിത്രി. നോവൽ സിൻ ആണ്. അപ്പോൾ ഇനി ഇതിലുള്ളൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2023 ആണ്. അത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് N രാജനാണ്. രാജൻ്റെ ചെറുകഥ ഏതായിരുന്നു? ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് എഴുതിയ N രാജനാണ് മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചവർ CN ജോസ്, MR രാഘവ വാര്യർ. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചവർ ആരെല്ലാമാണ്? CL ജോസും MR രാഘവ വാര്യരുമാണ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 IV ദാസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ M ലീലാവതിക്കാണ്. ഇതേ പുരസ്കാരം 2022 M മുകുന്ദന് ലഭിച്ചു. അപ്പോൾ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 IV ദാസ് പുരസ്കാരം. IV ദാസ് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2023 പ്രൊഫസർ M ലീലാവതിക്ക്. 2022 M മുകുന്ദന് ലഭിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ഹരിത സാവിത്രി. നോവൽ സിൻ. ഏതാണ്? ഹരിത സാവിത്രിയുടെ നോവലായിട്ടുള്ള സിന്നാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. സംസ്ഥാനത്തെ 50 വർഷം പിന്നിട്ട ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള EMS പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ EMS പുരസ്കാരം ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള പുരസ്കാരം 50 വർഷം പിന്നിട്ട മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് കാട്ടാമ്പള്ളി യുവജന സമാജം ഗ്രന്ഥശാല കൊല്ലം. കാട്ടാമ്പള്ളി യുവജന സമാജം ഗ്രന്ഥശാല കൊല്ലം. 2024 വയോസേവന അവാർഡുകൾ നേടിയത് ഏതെല്ലാം കോർപ്പറേഷൻ ആണ്? ജില്ലാ പഞ്ചായത്ത് ഏതാണ്? മുനിസിപ്പാലിറ്റി ഏതാണെന്ന് നോക്കാം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം. മികച്ച മുനിസിപ്പാലിറ്റി കൊയിലാണ്ടി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകൾ വൈക്കം, കല്യാശ്ശേരി. മികച്ച പഞ്ചായത്തുകൾ പീലിക്കോട്,
കതിരൂര്. പീലിക്കോട് കാസർഗോഡാണ്, കതിരൂര് കണ്ണൂരാണ്. അപ്പോൾ 2024 വയോസേവന അവാർഡുകൾ ലഭിച്ച മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം, മികച്ച മുനിസിപ്പാലിറ്റി കൊയിലാണ്ടി, മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകൾ വൈക്കം കല്യാശ്ശേരി, മികച്ച പഞ്ചായത്തുകൾ പീലിക്കോട് കാസർഗോഡ്, കതിരൂര് കണ്ണൂർ. ഇനി തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ്റെ തോപ്പിൽ ഭാസി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരൻ. തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ്റെ തോപ്പിൽ ഭാസി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? പെരുമ്പടവം ശ്രീധരൻ. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായത് ടി പത്മനാഭനാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായത് ടി പത്മനാഭൻ. ഇനി 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് പായൽ കബാഡിയാണ്. ആർക്കാണ് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത്? പായൽ കബാഡിയ. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചത് ബ്രസീലിയൻ ചിത്രമായിട്ടുള്ള മാലു. സംവിധാനം പെഡ്രോ ഫ്രയറി. അപ്പോൾ ഏത് ചിത്രമാണ്? ബ്രസീലിയൻ ചിത്രമാണ് മാലു. സുവർണ ചകോരം ലഭിച്ചത് മാലു. സംവിധാനം പെഡ്രോ ഫ്രയറി. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോര പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഫർഷാദ് ഹാഷിമി. മീ മറിയം ദി ചിൽഡ്രൻ ആൻഡ് 26 അതേഴ്സ്. മീ മറിയം ദി ചിൽഡ്രൻ ആൻഡ് 26 അതേഴ്സ് എന്ന ചിത്രത്തിന് ഫർഷാദ് ഹാഷിമിക്കാണ് മികച്ച സംവിധായകനുള്ള രജത ചകോരം പുരസ്കാരം 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലഭിച്ചത്. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം ലഭിച്ചത് ക്രിസ്റ്റോബൽ ലിയോണിനും അതുപോലെ ജോക്കിൻ കോസിനുമാണ്. ക്രിസ്റ്റോബൽ ലിയോണിനും ജോക്കിൻ കോസിനും ആണ് മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം ലഭിച്ചത്. ദി ഹൈപ്പർ ബോറിയൻസ് ആണ് സിനിമ. മികച്ച മലയാള സിനിമയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരം ഉൾപ്പെടെ 5 അവാർഡുകൾ നേടിയ സിനിമ ഫെമിനിച്ചി ഫാത്തിമ. സംവിധാനം ചെയ്തത് ഫാസിൽ മുഹമ്മദ്. അപ്പോൾ ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്കാണ് മികച്ച മലയാള സിനിമയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരം ഉൾപ്പെടെ 5 അവാർഡുകൾ നേടിയത്. മികച്ച ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആൻ ഹൂയി. അപ്പോൾ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആൻ ഹൂയിക്കാണ്. അപ്പോൾ ഇതോടുകൂടിയിട്ട് PSC ബുള്ളറ്റിൻ്റെ 2024 പുരസ്കാരങ്ങൾ എന്നുള്ളൊരു പാട്ടിൽ ഒരു സെഷൻ തീരുകയാണ്. നെക്സ്റ്റ് സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.